അയ്യോ ഭൂമി ഇപ്പൊ കാണാനേ ഇല്ല കേട്ടോ. ഇപ്പൊ ഭൂമി കാണാനില്ല. കുറച്ച് ദൂരം കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് സൂര്യനെയും കൂടെ കണ്ടില്ലേ പിന്നെ നമ്മൾ ആകെപ്പാടെ ഇരുട്ടിലാകും. ഇതേ പിള്ളേരെ ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു ഗ്രഹം കാണുന്നു അവിടെ. ഗ്രഹം കാണുന്നുണ്ടോ? അയ്യോ ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നാണോ അങ്ങോട്ട് തന്നെ ആയിരിക്കും അപ്പൊ പോകുന്നത്. പ്രത്യേക മണം വരുന്നുണ്ടല്ലോ. ശരിയാ, നല്ല മണം. ഈ ഗ്രഹത്തിന്റെ എന്തെങ്കിലും പ്രത്യേകത ആയിരിക്കും മണം വരുന്നത്. ആ ഗ്രഹത്തിലോട്ട് അടുത്തോണ്ടിരിക്കുക. നമ്മൾ എന്തായാലും ആ ഗ്രഹത്തിൽ തന്നെ എന്ന് പെടും. നമ്മുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി. അയ്യോ ഇവിടെ ലാൻഡ് ചെയ്തു കേട്ടോ. അയ്യോ ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇറങ്ങാം. ഈ പേടകത്തിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കുന്നു. ഇവിടെ അങ്ങനെ വെള്ളം കിട്ടുമോ നോക്കാം നമുക്ക്. ഇവിടെ വെള്ളം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മൊത്തം വറ്റി വരണ്ട് കിടക്കുന്നു. എന്തായാലും നമുക്ക് ഇതുവഴി ഇറങ്ങാം. അപ്പൊ സൂക്ഷിച്ചിറങ്ങ്. ചിലപ്പോ ഈ മണ്ണി ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ ചൂടാണോ തണുപ്പാണോ ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും തണുപ്പായിരിക്കത്തില്ല. തണുപ്പാണെങ്കിൽ ഇവിടെ മഞ്ഞ് കണ്ടേനെ. ചിലപ്പോ ചുട്ടു പഴുത്ത് കിടക്കുവാണെങ്കിൽ വലിയ പാറക്കഷ്ണങ്ങളൊക്കെയാണല്ലോ കിടക്കുന്നത്. പക്ഷെ ഇവിടെ മരങ്ങളൊന്നും കാണുന്ന ലക്ഷണമില്ലല്ലോ. വെള്ളം ഉണ്ടെങ്കിൽ ഇല്ല മരമൊക്കെ വരത്തുള്ളൂ. ഇവിടെ വെള്ളവും കാണുമെന്ന് തോന്നുന്നില്ല. ഇത് ഏത് ഗ്രഹം അറിഞ്ഞാൽ കൊള്ളായിരുന്നല്ലേ. എടി നിന്റെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ എടുത്ത് നോക്കിക്കേ, എന്തെങ്കിലും സിഗ്നൽ എല്ലാം കിട്ടുന്നുണ്ടോന്ന്. നമുക്കിനി നമ്മുടെ ഭൂമിയിലേക്ക് ഈ ജന്മത്തെ തിരിച്ചു മടങ്ങാൻ പറ്റുമോ? ഇവിടെ കിടന്ന് ഒടുങ്ങാനായിരിക്കും വിധി. ഞാൻ ഫോണിനകത്ത് നോക്കി, അലേഷ്യ എഴുതി കാണിക്കുന്നു. അലേഷ്യോ? അതേത് ഗ്രഹം? എന്തോ നമ്മൾ അതൊന്നും കേട്ടിട്ട് പോലില്ല. അപ്പൊ ഒരുപാട് ദൂരെയാ നമ്മള് ഭൂമിയിൽ നിന്ന്. അയ്യോ സിഗ്നല് പോയി ഫോണിന്റെ. അയ്യോ എന്താ സൗണ്ട് കേട്ടല്ലോ. എന്റെ അല്ലോ പേടകത്തിൽ കയറിക്കോ. അയ്യോ എനിക്ക് കയറാൻ പറ്റുന്നില്ല. എന്ത് പറ്റി മൈമനത്താ? അയ്യോ എന്റെ ഡ്രസ് ഇതിനെ കുരുങ്ങിയിരിക്കുന്നു. അയ്യോ ആ സൗണ്ട് അടുത്തടുത്ത് വരുന്നു. ഒന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കയറി വരാൻ നോക്ക്. ഓ തുണി എന്തായാലും വിട്ട് കിട്ടി. ഓടിക്കോ. എന്നെക്കാട്ടി ഇപ്പുറത്ത് കയറിയത്. എന്റെ മോനെ നീ വാച പിടിച്ചിരിക്കാണ്, അപ്പൊ അകത്തോട്ട് കയറാൻ നോക്ക്. ഒരു വിധം അകത്ത് കയറി നമ്മൾ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടെന്ന് പറയാൻ വരട്ടെ, നമ്മളാണെങ്കിൽ എന്തായാലും ഭൂമിയിൽ എത്തിയാലേ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തിന്റെ സൗണ്ട് ആ കേട്ടത്? ഒന്നും മനസ്സിലായില്ലല്ലോ. ആ സൗണ്ട് വീണ്ടും കേൾക്കുന്നുണ്ട്. അയ്യോ അങ്ങോട്ട് നോക്കേ. അയ്യോ ഡൈനോസർ. അയ്യോ ഡൈനോസർ പേടകം തല്ലി പൊട്ടിക്കോ. ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇത് എന്തൊരു സാധനം, ആദ്യമായിട്ട് കാണുവാന്നല്ലോ ഇത്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ അത് വംശനാശം വന്നതാ. പക്ഷെ ഇപ്പൊ ഈ ഗ്രഹത്തിലുണ്ടല്ലോ ഇത്. അയ്യോ പേടകത്തിന്റെ ചില്ല് പൊട്ടിച്ചത്. ഇനി എപ്പോ വേണമെങ്കിലും അകത്ത് കയറാം. ഈ പേടകം ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് ഇപ്പൊ. അയ്യോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? വേറൊരാൾ വന്ന് ദിനോസറിനെ തീ വെക്കുന്നു. അയ്യോ ശരിയാണല്ലോ, ദിനോസറിനെ ഒരാൾ തീ വെക്കാണല്ലോ. അവർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണോ ദിനോസറിനെ കൊല്ലാൻ നോക്കുന്നത്? അയ്യോ അതിനെ തീ വെച്ചില്ലാതാക്കി. അടുത്തതിന് നമ്മളെ തീ വെക്കോ? നമ്മളെ തീ വെക്കാൻ തോന്നില്ല. നമ്മുടെ പേടകം ഇവിടെ ലാൻഡ് ചെയ്തിരുന്നത്. ഇപ്പൊ കാണാനില്ലല്ലോ നമ്മുടെ പേടകം. അതെ നമ്മൾ ഈ ഭാഗത്ത് തന്നെയാണ് ലാൻഡ് ചെയ്തത്. ഇവിടെ പേടകം കിടന്നതിന്റെ പാടും ഉണ്ടല്ലോ. ഇത്രയും മണ്ണ് കുഴിഞ്ഞു പോയിക്കുന്നുണ്ടോ? നമ്മുടെ പേടകത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. റിമോട്ട് കൺട്രോൾ. എനിക്കിപ്പോ ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ പേടകം നമ്മുടെ അലേഷ്യ ഗ്രഹത്തിൽ തന്നെ എത്തി. അതെല്ലാം സംഭവിച്ചു. നമ്മൾ പാസ്വേഡ് അടിക്കാതെ ഈ പേടകം അങ്ങനെ അവിടെ എത്തിപ്പെട്ടു. നമ്മുടെ പേടകം ആരെങ്കിലും അപഹരിച്ചതാണോ? നമ്മുടെ ഗ്രഹത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ റിമോട്ടിലാണ് നോക്കിക്കേ. Remote control. Remote control. 2 person. Inside. 2 person. 3 person. Inside. നമ്മുടെ പേടകത്തിന്റെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? നമ്മുടെ പേടകത്തിൽ 3 പേര് എത്തിപ്പെട്ടിട്ടുണ്ട്. അവർ 3 പേര് നമ്മുടെ പേടകം അപഹരിച്ച് നമ്മുടെ ഗ്രഹത്തിൽ തന്നെ എത്തിച്ചത്. നമ്മുടെ പേടകം എങ്ങനെയെങ്കിലും തിരിച്ച് ഇവിടെ എത്തിക്കണം. എങ്കിലേ നമുക്ക് അലേഷ്യ ഗ്രഹത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റൂ. ചേട്ടാ അവര് 3 പേര് രാവിലെ പോയതല്ലേ മാർക്കറ്റില്? ഈ നേരം വരെ തിരിച്ചു വന്നോ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നു ഇല്ലല്ലോടി. ഒന്നാമത് അന്യഗ്രഹ ജീവികളെ പുറത്തിറങ്ങിയേക്ക് പറ്റിയോ? എല്ലാരും ഇങ്ങനെ അവര് അധീനതയിലാക്കിക്കൊണ്ടിരിക്കുക. സുരേഷ് ചേട്ടാ എനിക്ക് നല്ല സംശയമുണ്ട്, ഇവരെ 3 പേരും ആ അന്യഗ്രഹ ജീവികൾ ഇനി അപഹരിച്ചോന്ന്. നമ്മളിനി എവിടെ പോയി തിരക്കാനായി? നമുക്ക് എന്തായാലും പോലീസ് ഇൻഫോം ചെയ്യാം. വേഗം വാ. നിങ്ങൾ വിഷമിക്കണ്ട. അന്യഗ്രഹ ജീവികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അന്യഗ്രഹ ജീവികളെ ഞങ്ങൾ കണ്ടെത്തും. അതുപോലെ തന്നെ അവര് അധീനതയിലാക്കി വെച്ചിരിക്കുന്നവരെല്ലാം മോചിപ്പിക്കും. സാർ അവർ ഒരുപാട് പേരെ അധീനതയിലാക്കി വെച്ചെന്നാണല്ലോ ന്യൂസിൽ കണ്ടത്. ഒരുപാട് പേരെ അവർ അധീനതയിലാക്കി കഴിഞ്ഞു. സാറേ എത്രയും പെട്ടെന്ന് എന്റെ മക്കളെ ഒന്ന് കണ്ടെത്തി തരണേ. അയ്യോ അവരെങ്കിൽ രാവിലെ പോയതാ വീട്ടിൽ നിന്ന് മാർക്കറ്റിലോട്ട്, എന്നിട്ട് ഈ നേരം വരെ വന്നില്ല. നിങ്ങൾ വിഷമിക്കാൻ ചേറ്റു. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. സാറേ അവര് ബീച്ച് സൈഡിൽ നിൽക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് ബീച്ചാണെന്ന് നോക്കിക്കേ. സാറേ പൗണ്ട് കടവ് ബീച്ചാണ് ഇവിടെ കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. നമ്മൾ ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. ആരെങ്കിലും നമ്മളെ ആക്രമിച്ചാലോ? ബീച്ച് ഏരിയ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ കൂട്ടം കൂടി വരുന്ന സ്ഥലമാണ്. സാറേ അന്യഗ്രഹ ജീവികൾ തന്നെയാ നിൽക്കുന്നത്. അതെ അതിലൊരു സംശയവും ഇല്ല. ഇവര് തന്നെയാണ് അന്യഗ്രഹ ജീവികൾ.
ഹാൻഡ്സ് അപ്പ്. അയ്യോ ഇതൊക്കെ ആരാ? ഹാൻഡ്സ് അപ്പ്. നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ, ആ, ആ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലേ? നിങ്ങൾക്ക് എന്താ ഉദ്ദേശം പറ? അയ്യോ ഞങ്ങൾ അലേഷ്യ ഗ്രഹത്തിൽ നിന്ന് വരുവാ. അയ്യോ ഞാൻ തിരിച്ചു പോയിക്കോളാം, ഞാൻ ഇനി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് പോകണമെങ്കിൽ പേടകം വേണം. ആ പേടകം ആരോ കൊണ്ടുപോയിരിക്കുന്നു. ആ പേടകം ഞാനൊന്ന് തിരിച്ചു വിളിച്ചോട്ടെ. എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ഭൂമിയെ വിട്ടു പോകണം. ഈ ഭൂമിയിലേക്ക് വലിയ ശല്യത്തിനായിട്ട് വന്നേക്കരുത്. പേടകം ഞാൻ വിളിച്ചു വരുത്തിക്കോട്ടെ. റിമോട്ട് കൺട്രോൾ, റിമോട്ട് കൺട്രോൾ, റിമോട്ട് കൺട്രോൾ. അയ്യോ ഇങ്ങനെ നമ്മളെ കൊണ്ടും പേടകത്തിന് തീ വെക്കുന്നു. ഓ ഭാഗ്യത്തിന് പേടകം മൂവായി തുടങ്ങി. അയാളങ്ങ് ദൂരെയായി. ഓ ഭാഗ്യം, പേടകം ഇപ്പൊ പൊങ്ങി പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെ ഇപ്പൊ അയാൾ കത്തിച്ചേനെ. പേടകം ഏതായാലും വന്നല്ലോ, നീ സ്ഥലം വിട്ടോ. അയ്യോ ഞാൻ പൊയ്ക്കോളാം. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ അന്യഗ്രഹ ജീവിയൊന്നും അല്ല. ഞങ്ങൾ ഈ പേടകം കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അതിൽ കയറി പോയത്. ഞങ്ങളിപ്പോ അന്യഗ്രഹത്തിലായിരുന്നു. അവിടുന്ന് ഇപ്പൊ എങ്ങനെയോ തിരിച്ചു വന്ന്. ആഹാ നിങ്ങളാണോ അപ്പൊ എന്റെ പേടകം കൊണ്ടുപോയത്? ഞങ്ങളെ ഉപദ്രവിക്കല്ലേ? ഇല്ല, അവരിനി നിങ്ങളെ ഉപദ്രവിക്കില്ല. എന്നാ ഞാൻ പോട്ടെ.